ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ടുള്ള നല്ലൊരു മസാലക്കറിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ചക്കക്കുരു ഇട്ടിട്ടുള്ള നല്ലൊരു ചാറുകറിയാണ് ഇത്. ഇപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കുക്കറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. നമ്മൾ ചക്കക്കുരു ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രൗൺ കളറുള്ള സ്കിൻ ഭാഗം നമ്മൾ അധികം കളഞ്ഞിട്ടില്ല. അതിനകത്ത് ഒത്തിരി വിറ്റാമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് കളഞ്ഞിട്ടില്ല. അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 വിസിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 3 വിസിലും കൊണ്ട് തന്നെ നമ്മുടെ ഈ ചക്കക്കുരു വെന്ത് കിട്ടും. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. ചക്കക്കുരുവൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമ്മുടെ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 5ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണോളം പെരുംജീരകം, ഒരു 4 ഏലക്ക, കറുവപ്പട്ട, അതേപോലെ ഒരു 4 ഗ്രാമ്പു, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 മുറി തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10ഓളം ചെറിയുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്. ഇനി വറ്റൽമുളകും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിന് മാറ്റിയെടുക്കാം. ഈ വറ്റൽമുളക് അത്യാവശ്യം എരിവുള്ള വറ്റൽമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ ചേർക്കുന്ന സ്പൈസസും നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലവർക്ക് കറുവപ്പട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും അളവ് കുറച്ച് എടുത്താൽ മാത്രം മതി. ഏലക്കയുടെയൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ സ്പൈസസും ഇതേപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ തേങ്ങയും ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് 2 പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1/2 സ്പൂണോളം മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മീറ്റ് മസാല നിങ്ങൾക്ക് ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പൊടികളൂടെ ചേർത്തിട്ട് ഈ പൊടികളെല്ലാം പച്ചമണമൊക്കെ മാറി ഒന്നും കൂടി നന്നായിട്ട് ഈ തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത തേങ്ങയും സ്പൈസസൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഒരു സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് നല്ല പേസ്റ്റ് രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ അരപ്പ് മാറ്റി വെക്കാം. ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കറി വെക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ.
അപ്പോൾ കടുകും കൂടി ചേർത്ത് നന്നായിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടെ നടുവെ കീറിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒട്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കൂരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചക്കക്കൂരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ ചക്കക്കൂരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരു മസാലക്കറി. വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചോറിൻ്റെ കൂടെ നല്ലൊരു ചക്കക്കുരു മസാലക്കറി റെഡിയാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.